ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുകയാണ്. ദില്ലി മന്ത്രി അതിഷി ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ പോലീസുകാരും അതോടൊപ്പം തന്നെ കൂടുതൽ ആം ആദ്മി പ്രവർത്തകരും രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന് വലിയ തരത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദില്ലിയിൽ ഭരണം നടത്തുന്ന അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ലഫ്റ്റനന്റ് ഗവർണറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ED എടുത്ത കേസ്, 100 കോടിയുടെ അഴിമതി നടന്നു എന്ന ആരോപണത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു തെളിവ് പോലും 100 കോടി രൂപ അഴിമതി നടന്നു എന്നതിന് ഒരു തെളിവ് പോലും ഹാജരാക്കാത്ത വെറും ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യത്തിൻ്റെ ഒരു ദില്ലി തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ED നടത്തിയിരിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയ പകപോക്കലാണ്. അതുതന്നെയാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ കള്ളപ്പണ വെളുപ്പിക്കലുകൾ, വലിയ കുംഭകോണം പുറത്തു വന്ന ദിവസം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തുതന്നെയായാലും എത്ര പേരെ അറസ്റ്റ് ചെയ്താലും മോദിയുടെ ഗുണ്ടാരാജിന് കീഴടങ്ങാൻ തയ്യാറല്ല. കളി കെജ്രിവാളിനോട് വേണ്ട എന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദില്ലി വലിയ തരത്തിലുള്ള സംഘർഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മോദി ഉയർത്തുന്ന രാഷ്ട്രീയം, ആ പകപോക്കലിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ദില്ലി നിവാസികൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മോദിക്ക് വോട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഊണ് കൊടുക്കരുതെന്ന് വനിതകളോട് ആഹ്വാനം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ കേരളത്തിനെതിരെ നടത്തിയ അവഗണനയ്ക്കെതിരെ രാജ്യ തലസ്ഥാനത്ത് ഉയർന്ന പ്രതിഷേധത്തിൽ കേരളത്തിനൊപ്പം കൈ ഉയർത്തി നിന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന എല്ലാ നീക്കങ്ങളും ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള നീക്കങ്ങളാണ്. മോദി വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവരെ അകത്താക്കുമെന്ന ഭീഷണിയാണ്. അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണോ? ITAക്ക് മുമ്പിലാണോ ഇപ്പോൾ CBC ജോസഫ് ഉള്ളത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ഗതി? സിജു, തീർച്ചയായും ITAക്ക് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അത് ആം ആദ്മി പാർട്ടിയുടെ മാത്രം ഒരു പ്രതിഷേധമായിട്ടല്ല, വലിയൊരു ജനരോഷം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. എനിക്ക് പിന്നിൽ കാണുന്ന ഒരു ബസ് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10ലധികം ബസ്സുകളിലായി പ്രവർത്തകരെ നീക്കിയിട്ടുണ്ട്. ഇനിയും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെ വ്യാപകമായ പ്രതിഷേധം വേണമെന്ന് ആം ആദ്മി പാർട്ടി ഇന്നലെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. മാത്രമല്ല പലയിടത്തും റോഡുകൾ ഉപരോധിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനമായ ഓഫീസിനടുത്തുള്ള ITO ജംഗ്ഷനാണ്. ഈ ITO ജംഗ്ഷനാണ് ഈ പ്രവർത്തകരെല്ലാത്തിനെയും ഒത്തുകൂടിയത്. ഇവിടെ അല്പസമയം മുമ്പ് മന്ത്രിമാരായ അതിഷിയും അതോടൊപ്പം തന്നെ സഞ്ജയ് ഭരദ്വാജും എത്തിയിരുന്നു. ഈ 2 മന്ത്രിമാരടക്കമെല്ലാത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് പ്രവർത്തകർ വളരെ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തുകയും പിന്നീട് പ്രതിഷേധമുണ്ടാകുകയും ഈ പ്രതിഷേധക്കാരെല്ലാത്തിനെയും പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീകളടക്കം എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീകളടക്കം ഇങ്ങോട്ട് വീണ്ടും പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം. हाँ, बहुत गलत। हमें भी कर लीजिए।